കാത്തിരിക്കുന്ന ഇനിയും അവതരിച്ചിട്ടില്ലെന്ന് കരുതപ്പെടുന്ന മഹാവിഷ്ണുവിന്റെ 10ാമത്തെ അവതാരം കൽക്കി. ലോകം തിന്മകളാൽ മലീമസമാക്കപ്പെട്ടപ്പോഴെല്ലാം പല രൂപങ്ങളിൽ വിഷ്ണു ഈ ലോകത്ത് അവതരിച്ചിട്ടുണ്ട്. ദുഷ്ടശക്തികളിൽ നിന്നും മനുഷ്യരാശിയെ രക്ഷിച്ച് ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു ഓരോ അവതാരത്തിന്റെയും ലക്ഷ്യം. ഇതേ ലക്ഷ്യവുമായി കലിയുഗത്തിന്റെ അവസാനം കൽക്കി വന്നെത്തുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ അതെന്താണെന്ന് ആർക്കും അറിയില്ല. കൽക്കി ഈ ലോകത്ത് അവതരിച്ചു കഴിഞ്ഞുവെന്നും അദൃശ്യ രൂപത്തിലോ മനുഷ്യരൂപത്തിലോ നമുക്കിടയിൽ ഉണ്ടെന്നും പലരും വിശ്വസിക്കപ്പെടുന്നുണ്ട്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? കൽക്കിയെക്കുറിച്ച് ഇതുവരെ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ നോക്കാം. കലിയുഗത്തിന്റെ അവസാനത്തിലും സത്യയുഗത്തിന്റെ തുടക്കത്തിലുമാണ് കൽക്കി അവതരിക്കുന്നതെന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. കലിയുഗത്തിൽ തിന്മയാൽ ലോകം അശുദ്ധമാകുമ്പോൾ മനുഷ്യരാശിയെ രക്ഷിക്കാനും പുതിയ സത്യയുഗത്തിന്റെ തുടക്കമിടാനും മനുഷ്യരൂപത്തിൽ കൽക്കി ഭഗവാൻ അവതരിക്കുമെന്നാണ് വിശ്വാസം. ഹിന്ദു മതവിശ്വാസം അനുസരിച്ച് പ്രധാനമായും 4 യുഗങ്ങളാണുള്ളത്: സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. വിശ്വാസം അനുസരിച്ച് ഇപ്പോൾ ലോകത്ത് കലിയുഗമാണ്. മുൻകാല കർമ്മത്തിനനുസരിച്ചുള്ള ഫലങ്ങളാണ് കലിയുഗത്തിൽ മനുഷ്യന് ലഭിക്കുക. കൽക്കിയുടെ അവതാരം സംബന്ധിച്ച് വിവിധ പുരാണങ്ങളിൽ പല രീതിയിലുള്ള പ്രവചനങ്ങളാണ് കാണുന്നത്. ചില ഗ്രന്ഥങ്ങളിൽ ഒരു അദൃശ്യ ശക്തിയായി കൽക്കി തിന്മകൾക്കെതിരെ പോരാടുമെന്ന് പറയുന്നു. എന്നാൽ മറ്റു ചിലതിൽ കൽക്കി മനുഷ്യരൂപത്തിൽ തന്നെ അവതരിക്കുമെന്നാണ് പറയുന്നത്. ഒരു സേനയുടെ തലവനായിരിക്കും കൽക്കി എന്നും അങ്ങനെ അധർമ്മത്തിനെതിരെ പോരാടുമെന്നും പരാമർശമുണ്ട്. യോദ്ധാവിന്റെ രൂപത്തിലാണ് പുരാണങ്ങൾ കൽക്കിയെ ചിത്രീകരിക്കുന്നത്. ദേവദത്തൻ എന്ന കുതിരയുടെ പുറത്ത് കയ്യിൽ വാളേന്തി മുന്നേറുന്ന കൽക്കി രൂപമാണ് പൊതുവെ പുരാണങ്ങളിലുള്ളത്. കൽക്കി വിഗ്രഹങ്ങളും ഇത്തരത്തിൽ തന്നെയാണ്. കൽക്കിയെ പൂജിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളുമുണ്ട്. കൽക്കിയെ ആരാധിച്ചാൽ കലിയുഗത്തിൽ ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും കൈവരുമെന്നാണ് വിശ്വാസം. എല്ലാ ദുരിതങ്ങളും ദുഷ്ടശക്തികളുടെ ആക്രമണവും ഒഴിയാൻ കൽക്കി ആരാധന സഹായിക്കുമെന്നും കരുതപ്പെടുന്നു. ഭാഗവതത്തിൽ കൽക്കി അവതാരത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദമുണ്ട്. ഉത്തർപ്രദേശിലെ മോറദാബാദിൽ വിഷ്ണുയശൻ എന്ന ബ്രാഹ്മണന്റെ പുത്രനായി കൽക്കി ജനിക്കുമെന്നാണ് പറയുന്നത്.